മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനാണോ? മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനാണോ? എൻ്റെ പേജിൽ കൂടെയാണോ ഞാൻ മലയാള സിനിമയിലെ കണക്ക് പുറത്തുവിടുന്നത്? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത്? 21 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവിടെ ഒരുമിച്ചെടുക്കുന്ന ഡിസിഷനാണ്. അവിടെ എൻ്റെ സിനിമകളിലെ കണക്ക് സഹിതമാണ് വെളിയിലേക്ക് വിടുന്നത്. ഇതൊരു മജോറിറ്റിയുടെ താല്പര്യമല്ലേ? ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പേഴ്സണൽ താല്പര്യത്തിന് ഒരു സംഘടനയ്ക്ക് ഉള്ളിൽ പേഴ്സണൽ താല്പര്യത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത്? ഇപ്പോൾ ഇവർക്കൊക്കെ മത്സരിക്കാമല്ലോ. ഞാൻ ഈ സംഘടനയിൽ മത്സരിച്ച് ജയിച്ചു വന്നയാളാണ്. എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ആളാണ്. ഇലക്ഷൻ നടത്തിയിട്ട് സംഘടനാ ഇലക്ഷനിൽ ഫേസ് ചെയ്തിട്ട് അതിൽ ജയിച്ചു വന്നിരിക്കുന്ന ആളാണ്. ഇപ്പോൾ വേണ്ട ഈ ജൂൺ കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാരവാഹിത്വം അവസാനിക്കും. അടുത്ത ടൈം വരും. താല്പര്യമുള്ളവർക്ക് വരാം, മത്സരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ മലയാള സിനിമേനെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ നോക്കിക്കോളാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണ്ടേ? എന്താണ് ഒരാൾക്ക് വാ തുറന്ന എന്തും പറയാന്നുള്ള ഒരു ലൈസൻസ് എനിക്കറിയില്ല. പറയുന്ന കാര്യത്തിൽ എന്താണ്, ആരെയാണ് ഞാൻ ഒറ്റിക്കൊടുത്തത്? അല്ല, നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്ക്. ഞാൻ എന്താണ്, ആരെയാണ് ഒറ്റിക്കൊടുത്തത്? ഞാൻ ഒറ്റിക്കൊടുത്തിട്ട് ആള് ജയിലിലാണോ? ആളിന്ന് ഇല്ലേ? എന്താ സംഭവം? എന്താണ്? എന്തൊക്കെയോ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു സാന്ദ്ര ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നതായിരിക്കുന്നു. അപ്പം ആ ചാനലിലെ ആൾ പറഞ്ഞു ലിസ്റ്റിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ പറയണോ പറയണ്ടയോ? നമുക്കൊന്നും പറയാൻ പോലും മേലാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിരുന്നു. ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ സാന്ദ്ര തോമസിന്റെ സുഹൃത്തായിരുന്നു. ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് 14 പേർക്കെതിരെ കേസ് കൊടുത്തു. ഞങ്ങൾ 14 പേര് കോടതിയിൽ പോയി ജാമ്യം എടുത്തു. ഇപ്പം അതിൽ 4 പേര് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുക? ഇതൊരു സമൂഹ മാധ്യമത്തിൽ കൂടി പറയുക, എന്താ കാര്യം എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അല്ല, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയ്ക്ക് പൈസ എടുത്തു. യെസ്, നമ്മളൊക്കെ പലിശയ്ക്ക് പൈസ എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊക്കെ ഇൻകം ടാക്സ് റെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ എത്ര കോടി രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ ചെയ്യുന്നത്? ഒരു ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓഫീസിൽ തന്നെ എത്രയോ ആളുകളുണ്ടാവും. ഒരു സിനിമാ വ്യവസായം എന്ന് പറയുന്ന എത്രയോ ആള് പ്രവർത്തിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തൊരു മറയുടെ ആവശ്യം എന്താണ്? ഇന്ന് ആരെങ്കിലും ക്യാഷ് വാങ്ങിയിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അങ്ങനെയുണ്ടോ? എല്ലാ വ്യവസായങ്ങളും ഓപ്പൺ അല്ലേ? ഈ സാന്ദ്ര തന്നെ ചെയ്തേക്കുന്ന കാശ് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? അല്ല, എന്ത് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് ചോദ്യം, അതായത് നിങ്ങൾ എന്നോട്, എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല. സത്യത്തിൽ മലയാളത്തിലാണ് ചോദിച്ചെങ്കിലും പറഞ്ഞെങ്കിലും എനിക്കത് മനസ്സിലായില്ല. കാരണം എനിക്ക് കൂടുതൽ അറിയാവുന്ന മലയാളമാണ്. പക്ഷെ എനിക്ക് ആ മലയാളം അർത്ഥം മനസ്സിലായില്ല. സത്യത്തിൽ എന്താണ് ഒറ്റിക്കൊടുത്തതെന്ന്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മലയാള സിനിമേനെ ഒറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഒറ്റിക്കൊടുത്തത്? ആർക്ക് വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്തു? എന്തിനു വേണ്ടിയിട്ട് ഒറ്റിക്കൊടുത്തു? എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. പലിശയ്ക്ക് പൈസ എടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് എല്ലാ പടങ്ങളും, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് കറക്റ്റാണ്. ഞാൻ എവിടെയും തർക്കിക്കുന്നില്ലല്ലോ. മലയാള സിനിമയിലെ 99% ആൾക്കാർ അങ്ങനെ തന്നെ എടുത്താണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എവിടെയാണ് ഒരു സത്യസന്ധത കുറവ്? എവിടെയാണ്? ഗൂഢാലോചന എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു സിനിമ ഇറങ്ങി, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. അതാണ് സഹോദരൻ, ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഞാൻ അതിൻ്റെ അകത്ത് 21 പേരിൽ ഒരു മെമ്പർ മാത്രമാണ്. ജയിച്ചു വന്ന ഒരു മെമ്പർ മാത്രമാണ്. അതിനകത്ത് ആ എല്ലാവരും കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണിത്. ഇപ്പം ആർക്കും വേണ്ടേ? അസോസിയേഷനുള്ള ആർക്കും കണക്ക് പുറത്തു വിടണ്ടേ? വിടുന്നില്ല. അവിടെ എല്ലാവരും ഒരു കൂട്ടായ തീരുമാനം എടുത്താൽ പോരെ? ഞാനാണ്, അതായത് എന്തൊക്കെയാണ് പറയുന്നത്, ഞാനായിട്ട് ആ കണക്ക് പുറത്തുവിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മലയാള സിനിമേനെ മുഴുവൻ എൻ്റെ ലോബി എന്ന് പറഞ്ഞാൽ, എനിക്ക് ലോബി എന്ന് പറയുന്നത്, ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ ലോബിയിലാണ് ലിഫ്റ്റ് വന്ന് നിൽക്കുന്നത്. ഈ ലോബിയുള്ളൂ എനിക്കറിയാവുള്ളൂ. അല്ലാത്ത ലോബിനെ കുറിച്ച് എനിക്കറിയത്തില്ല. എന്താണ് ലോബി, അല്ലെങ്കിൽ ആരെയാണ് ഒറ്റിക്കൊടുത്തത്, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോടെ പറ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനായിട്ട് ഇതുണ്ടല്ലോ. ഞാനൊരു സമൂഹത്തിൽ ഓപ്പണായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്.